ഓണത്തിൻ്റെ പർച്ചേസ് കുറച്ച് നേരത്തെ ആക്കാമെന്ന് വെച്ച് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പട്ടുപാവാട ട്രഡീഷണൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബാലരാമപുരത്താണ് വരാറ്. ഇവിടെ ആകുമ്പോൾ കൈത്തറി ഡ്രസ്സൊക്കെ നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രവികൃഷ്ണ ടെക്സ്റ്റൈൽസ് എന്ന ടെക്സ്റ്റൈൽസിലാണ്. അപ്പം ഇവിടെ ഞാൻ എല്ലാ വർഷവും ഞാൻ ഓണത്തിന് എല്ലാ വർഷവും ഇവിടുന്ന് തന്നെയാണ് ഡ്രസ്സ് എടുക്കുന്നത്. അമ്മയ്ക്കായാലും അച്ഛനായാലും എല്ലാവർക്കും ഇവിടുന്ന് തന്നെയാണ് എടുക്കുന്നത്. അപ്പം ഇന്ന് ആ കാഴ്ചകൾ കാണാം. ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇപ്പോൾ റോഡിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല, അത്ര തിരക്കാണ്. ഇനി ഓണത്തിന് 10-20 ദിവസം ഉണ്ടെങ്കിൽ പോലും എല്ലാവരും അതിന് മുമ്പേ ഒരുങ്ങാൻ തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. റീൽസ് തുറന്നാലും ഫോൺ തുറന്നാലും ഒക്കെ തന്നെ ഓരോ ഡ്രസ്സിൻ്റെയും എന്താ പറയുക സാരിയുടെയൊക്കെ റീൽസാണ് കൂടുതലും കാണുന്നത്. എല്ലാ വർഷവും ഞാൻ ഓണത്തിന് 2-3 ആഴ്ച മുമ്പ് ഒരാഴ്ച മുമ്പ് പോയി ഡ്രസ്സ് എടുക്കുകയാണ് പതിവ്. പക്ഷേ ഈ തവണ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ പോയി ഡ്രസ്സ് അങ്ങ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ബാലരാമപുരം രവികൃഷ്ണ ടെക്സ്റ്റൈൽസിലാണ് ഞാൻ പോയത്. ഇതാണ് രവികൃഷ്ണ ടെക്സ്റ്റൈൽസ്. അപ്പോൾ എല്ലാ വർഷവും ഇവിടെ നെയ്ത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് അതും കൂടി കാണണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഇന്ന് അത് സാധിക്കുമോ നോക്കാം. പറ്റുമെങ്കിൽ അത് കണ്ടിട്ട് പോകാം. ആ ഷോപ്പിൻ്റെ താഴത്തെ നിലയിലായിട്ടാണ് ഇവർ നെയ്യുന്നത് ഡ്രസ്സ്. അപ്പം ഞാൻ കുറച്ചൊരു സ്ലോപ്പാണ് അവിടെ ഇറങ്ങാൻ വേണ്ടി. അതുകൊണ്ട് പതുക്കെയാണ് ഇറങ്ങി വരുന്നത്. വീണ നല്ലൊരു വീഴ്ചയായിരിക്കും. അതുകൊണ്ട് പതുക്കെ ഇറങ്ങിയതാണ് ഇവിടെ എത്തി. സത്യം പറയാലോ, എൻ്റെ ഫസ്റ്റ് ടൈം ഞാനാണ് ഇത് കാണുന്നത്. കുറേ ആൻറ്റിമാരും ചേച്ചിമാരും അവിടെ നെയ്യുന്നുണ്ടായിരുന്നു. എന്ത് പെട്ടെന്നാണെന്നറിയോ ഒരു മുണ്ടൊക്കെ അവർ നെയ്യുന്നത്. എന്നാൽ അത്രയധികം പാടുള്ളൊരു പ്രോസസ്സാണ്. ഞാനിങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു ഇവരെങ്ങനെയാണ്. ഇവരുടെ സത്യം പറഞ്ഞാൽ 2 കൈയും 2 കാലും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത്രയും അധ്വാനിച്ചാണ് അവർ ഓരോ മുണ്ടും ഓരോ തുണിയും നെയ്യുന്നത്. കുറച്ചധികം നേരം ഇവിടെ ഇരുന്ന് കണ്ടതിന് ശേഷം നേരെ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് മേടിച്ചതെല്ലാം ഒന്നും കൂടെ നോക്കി സംതൃപ്തി അണഞ്ഞ് ധാവണി മേടിച്ചു, സാരി മേടിച്ചു, പിന്നെ സെറ്റ് മുണ്ടും അമ്മയ്ക്ക് മേടിച്ചു. അങ്ങനെ ഇതെല്ലാം മേടിച്ച് കുറേ എന്തൊക്കെയോ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ഓണം സീരീസുമായിട്ട് കാണാം.